ഹലോ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഒരു ചെറിയ പരീക്ഷണമാവാന്ന് ഓർത്ത് ഞാൻ നോക്കിയപ്പോൾ ഫ്രിഡ്ജിൽ കുറച്ച് കാടമുട്ട ഇരിക്കണം, കാടക്കോയുടെ കുഞ്ഞു മുട്ടയില്ലേ അതിരിക്കണം. അപ്പോൾ എന്തായാലും അതുകൊണ്ട് ഒരു കാടമുട്ട മസാല ഉണ്ടാക്കിയാലോ എന്ന് ആലോചിച്ച് വേഗം തന്നെ ദേ പാത്രമൊക്കെ എടുത്ത് മുട്ടയൊക്കെ പുഴുങ്ങാനൊക്കെ ഇട്ട്. അപ്പോഴാണ് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പുട്ടും മുട്ടക്കറിയും കൂടെ റെഡിയാക്കാനുള്ള മുട്ടയും കൂടെ പുഴുങ്ങാന്ന് ഓർത്ത് അങ്ങനെ എല്ലാം കൂടെ ഒരുമിച്ച് പുഴുങ്ങാനൊക്കെ ഇട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും അതെല്ലാം സെറ്റാക്കി അതേ എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ നമുക്കൊന്ന് മസാലയിലൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ആദ്യം തന്നെ ചട്ടിയൊക്കെ വെച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഒന്ന് ചൂടൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഓരോ പൊടികളൊക്കെ ആയിട്ട് ഇടാൻ തുടങ്ങി. ആദ്യം മുളക് പൊടി ഇട്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് ചിക്കൻ മസാല ഇട്ട്, അങ്ങനെ കുറച്ച് പൊടികളും കാര്യങ്ങളൊക്കെ എല്ലാം ഇട്ട് നമ്മൾ സെറ്റാക്കി. അപ്പോൾ നോക്കിയപ്പോഴാണ് കുറച്ച് കളർ കുറവുള്ള പോലെ തോന്നിയത്. അങ്ങനെ തന്നെ വേഗം തന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടിയും ഇട്ടപ്പോഴേക്കും അത്യാവശ്യം കളറൊക്കെയായി. പിന്നെ നമുക്ക് വേണ്ട ഉപ്പും കൂടെ ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നമ്മുടെ ചെറിയ കുഞ്ഞു മുട്ടയല്ലേ, ഇതാണെങ്കിൽ ചെറുതാണ്, അപ്പോൾ അതെല്ലാം അങ്ങനെ ഫ്രൈ ആക്കാനായിട്ടിട്ട് അതൊന്ന് ഇത്തിരി നേരം കേട്ടോ ചെറിയ ചൂടിലൊന്ന് അടുപ്പത്ത് വെച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കാടമുട്ട മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ദേ കുറച്ചൊക്കെ കഴിച്ച് നോക്കി. സംഭവം അടിപൊളിയായിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനത്തെ കാടമുട്ടയൊക്കെ കിട്ടുമ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, നല്ല രസമുണ്ട്. പെട്ടെന്ന് കഴിയുമല്ലോ, മുട്ട പുഴുങ്ങി ആ മസാലയും കൂടി ഇട്ട് കഴിയുമ്പോൾ നല്ലൊരു ഫ്ലേവറായിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഇന്നത്തെ ചെറിയൊരു കുഞ്ഞു വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം, ബൈ.